നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പൊളിച്ചെഴുതുക തന്നെ വേണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തേക്ക് ഒരു കേസ് വന്നു. അപ്പോൾ അതിൽ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഭർത്താവിൻ്റെ വീട്ടിൽ 2 മാസം നിന്ന് കഴിഞ്ഞാൽ വെറും 5 ദിവസം മാത്രമാണ് ഇവൾക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടി പറ്റുക. ഇനി ആ 5 ദിവസത്തിൽ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം വന്നു കഴിഞ്ഞാലോ ആ പ്രോഗ്രാമിന് വരികയും ചെയ്യണം. അപ്പോൾ ആ 5 ദിവസം നിൽക്കാനും പറ്റില്ല. എൻ്റെ ചോദ്യം, ഇതൊക്കെ ആരാണ് ഉണ്ടാക്കി വെച്ചത്? ഇപ്പോൾ എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിനെ ഞാൻ ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ 2 മാസത്തിൽ 5 ദിവസം എനിക്ക് ഈ കുട്ടീനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എത്ര ഭയാനകമാണ് ആ കണ്ടീഷൻ എന്ന് ആലോചിച്ച് നോക്കി. ഇത് എല്ലാ വീട്ടിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് ഇതിങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ മനസ്സിലാവുന്ന ഇങ്ങനെ ചില വീടുകളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതുപോലത്തെ കണ്ടീഷനൊക്കെ കാണുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഭാര്യൻ്റെ സ്ഥാനത്ത് നിങ്ങളെ വെക്കും. നിങ്ങളൊരു പെണ്ണാണെന്ന് കൂട്ടിക്കോ, ഓക്കെ, നിങ്ങളുടെ ഭാര്യ ഒരാണാണ്. നിങ്ങൾ കല്യാണം കഴിച്ച് വിട്ടിട്ട് ഈ 2 മാസം നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ 5 ദിവസം നിങ്ങളുടെ വീട്ടിൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആരോ ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത ചില കാര്യങ്ങളെ പൊളിച്ചെഴുതുക തന്നെ വേണം. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വീട്ടിൽ പോകണം തോന്നിയാൽ പോകണ്ടേ? അവളുടെ ഉപ്പനെ കാണണം തോന്നിയാൽ കാണണ്ടേ? ബ്രദേഴ്സിനെ സിസ്റ്റേഴ്സിനെ കാണണം. പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോകണം, 100% പോകണം. അപ്പോൾ കൂടുതൽ സമയം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നോട്ടെ, നോ പ്രോബ്ലം, അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവൾക്ക് എപ്പോഴൊക്കെ അവളുടെ വീട്ടിൽ പോകാനുള്ള സമ്മതമുണ്ട്, പോകാനുള്ള പെർമിഷൻ നിങ്ങൾ കൊടുക്കണം, കൊണ്ടുപോയി ആക്കുക തന്നെ വേണം, ഒരു സംശയം അതില്ല. അപ്പം ഇങ്ങനത്തെ കാര്യം ഇതാര് കെട്ടിപ്പടുത്തുണ്ടാക്കിയതാണെങ്കിൽ ശരി, ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ പൊട്ടിച്ച് കളയുക തന്നെ വേണം. അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ സ്ട്രോങ് ആക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ്.